വിനോദയാത്രയ്ക്കിടെ കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ കാണാതായ പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിയായ ശ്രീനന്ദയ്ക്കായുള്ള തെരച്ചിൽ 4ാം ദിനവും തുടരുകയാണ്. മാണിക്യധാര വെള്ളച്ചാട്ടം വ്യൂ പോയിന്റിനടുത്ത് കാണാതായ 15-കാരിക്കായി 100-അംഗ ദൌത്യസംഘമാണ് തെരച്ചിൽ നടത്തുക. ശ്രീനന്ദയ്ക്കൊപ്പം വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സ്ഥലത്ത് തങ്ങുന്നുണ്ട്. പ്രാദേശിക അന്വേഷണം ഊർജിതമാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പെൺകുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്ന സംശയവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതെ, ഞങ്ങൾക്കൊരു പരാതിയുള്ളത് അവിടെ ലോക്കലിലൊരു അന്വേഷണം ഇതുവരെ പോലീസ് നടത്തിയിട്ടില്ല, ആരും ചോദ്യം ചെയ്തിട്ടില്ല. അന്ന് കാരണം ഡോഗ് സ്ക്വാഡ് വരെ വന്നിരുന്നു. ഡോഗ് സ്ക്വാഡ് വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഇരുന്ന സ്ഥലത്ത് നിന്ന് പട്ടി നേരെ മുകളിലേക്ക് കയറുകയാണ് ചെയ്തത്. ലെഫ്റ്റ് തിരിഞ്ഞ് മുകളിലേക്ക് കയറി അവിടെ ഒരു ചെറിയൊരു കടയുടെ അടുത്ത് വന്നിരുന്നു. അതിനുശേഷം പട്ടി തിരിച്ചു പോകും. പക്ഷെ ഇന്ന് വരെ ആ ഒരു കടക്കാരനെ ചോദ്യം ചെയ്യാതൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു, ഇങ്ങനെ ലോക്കലമാര് കുറച്ച് ബഗ്ഗേഴ്സൊക്കെ ഉണ്ട്, നമുക്കൊരു ദുരൂഹത തോന്നുന്നു അവരുടെ പെരുമാറ്റം. ഞങ്ങളെ സംശയം കാരണം കടത്തിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ കുട്ടി അങ്ങോട്ട് കയറിപ്പോയോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ ചെറിയൊരു സംശയം നിലനിൽക്കുന്നത്. മനേഷ് മൂർത്തിയും ഷാരിഖ് നവാസും ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചിരുന്നു. ആദ്യം മനേഷിലേക്ക് പോകുന്നു. മനേഷ്, അത് വ്യൂ പോയിന്റ് ആണ്, ആൾക്കൂട്ടമൊക്കെ ഉള്ള സ്ഥലമാണ്, തിരക്കുള്ള സ്ഥലമാണ്. അവിടുന്ന് അങ്ങനെ പട്ടാപ്പകൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലൊക്കെ സാധ്യമാണോ? എന്താണ് അതിലെ ദുരൂഹത മനേഷ്? അശ്മി, രണ്ട് കാര്യങ്ങളും. അതായത് ഒരു അപകടത്തിൽപ്പെടുകയാണെങ്കിൽ പോലും അവിടെ അത്രയധികം തിരക്കുള്ള സ്ഥലമാണ്, അത്രയധികം ആളുകളൊന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 7-ാം തീയതി അവിടെ നല്ല രീതിയിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവർക്കൊപ്പം തന്നെ 41 പേരടങ്ങുന്ന സംഘമായാണ് ഇവർ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിൽപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ആരെങ്കിലുമൊക്കെ കാണേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിലുകളിൽ എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊരു വിവരം കിട്ടേണ്ടതുമാണ്. പക്ഷെ അതെന്തായാലും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കുടുംബവുമായി നമ്മൾ അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് 100-അംഗ ദൗത്യസംഘം എത്തുമെന്ന് പറഞ്ഞതല്ലാതെ ഇനിയും, അതായത് ഇപ്പോൾ 10 മണിയാവുന്നു, ഇനിയും അവിടെ തിരച്ചിലൊന്നും തുടങ്ങിയിട്ടില്ല. അഗ്നിരക്ഷാ സേനയുടെ ഒരു വാഹനം അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ വന്ന് അവർ ആ സ്ഥലമെല്ലാം പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഈ ദൗത്യസംഘമോ അല്ലെങ്കിൽ 2 സ്പെഷ്യൽ ഫോഴ്സ്, അതായത് സ്വകാര്യ ഏജൻസികളിൽ നിന്നുള്ള അംഗങ്ങളും അവിടെ എത്തും, ഇന്ന് തിരച്ചിൽ നടത്തുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവരൊന്നും തന്നെ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അല്പസമയം മുമ്പ് ഈ കുടുംബവുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം. അവർ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ കുട്ടിയുടെ വല്യച്ഛനാണ് നമ്മളോട് നേരത്തെ സംസാരിച്ചത്. ശശിധരൻ അദ്ദേഹം ആരോപിക്കുന്നത് പോലെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം, ഉത്തരം എന്തായാലും പോലീസിനും നൽകാൻ കഴിയുന്നില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നതല്ലാതെ, മാത്രമല്ല അവിടെ പ്രാദേശികമായി ഉള്ള ആളുകളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനോ ഒന്നും പോലീസ് തയ്യാറാവുന്നില്ല എന്നൊരു ആരോപണവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. 5:20 ഈ കുട്ടി ആ പോയിന്റിൽ എത്തുന്നത്. അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിനുശേഷം 5:30 എല്ലാവരും പാർക്കിംഗ് ലോട്ടിലേക്ക് എത്തുന്നു. അതായത് അവിടെ നിന്നും ഒരു 60 പടി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് ലോട്ടാണ്. അവിടേക്ക് എത്തുമ്പോഴേക്കും ഈ കുട്ടി മിസ്സിംഗ് ആവുന്നു. അതായത് 10 മിനിറ്റിനുള്ളിൽ തന്നെ കുട്ടി കൂടെ ഇല്ല എന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ തിരച്ചിൽ ആരംഭിക്കുന്നതിന് ശേഷം പോലീസിൽ, ചിക്കമംഗളൂരു റൂറൽ പോലീസിൽ പരാതിയും നൽകുന്നുണ്ട്. അന്നു മുതൽ തന്നെ തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ ഡ്രോണൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ആ മേഖലയിൽ പരമാവധി ഇന്നിപ്പോൾ അവിടെ പറ്റുന്ന രീതിയിലെല്ലാം തന്നെ ഇന്നിപ്പോൾ തിരച്ചിൽ നടത്തുമെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇനിയും അവിടെ ദൗത്യസംഘം എത്തിയിട്ടില്ല. മാത്രമല്ല സ്വകാര്യ ഏജൻസിയിൽ നിന്നുള്ള അംഗങ്ങൾ കൂടി തിരച്ചിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തായാലും ഈ 2 സംഘങ്ങളും അവിടെ എത്തിയിട്ടില്ല. ഫയർഫോഴ്സിന്റെ അഗ്നിരക്ഷാ സേനയുടെ ഒരു വാഹനം അവിടെ എത്തിയിട്ടുണ്ട്. അവർ അവിടെ ചില പരിശോധനകൾ അല്ലെങ്കിൽ ചില സ്ഥലമൊക്കെ ഒന്ന് നോക്കുന്നു എന്നുള്ളത് മാത്രമാണ് നിലവിലുള്ള ഒരു പുരോഗതി, ഈ അന്വേഷണത്തിന്റെ ഒരു പുരോഗതി എന്ന് പറയുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ കൃത്യമായ അർത്ഥത്തിലുള്ളൊരു തിരച്ചിൽ അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.